കാലങ്ങളായി ഓണത്തിൻ്റെ പൂവിളികൾ ആദ്യമുയരുക മാടായിപ്പാറയിൽ നിന്നാണ്. മഴയിൽ കുതിർന്നു നിൽക്കുന്ന മാടായിപ്പാറ തുമ്പപ്പൂവിൻ്റെ വെണ്മയിലേക്കും കാക്കപ്പൂവിൻ്റെ നീലിമയിലേക്കും പതിയെ നിറഭേദം വരുത്തും. മലയാളിക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന നിരവധി പൂക്കളും ഇവയ്ക്കൊപ്പം മാടായിപ്പാറയിൽ വിടരും. നമ്മുടെ മനസ്സിൽ നിന്ന് പോലും വഴിമാറിപ്പോയ കണ്ണാന്തളിപ്പൂക്കളടക്കം അങ്ങനെ നിരവധി പൂക്കൾ. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഈ പൂക്കൾ കാണാനായി മാത്രം മാടായിപ്പാറയിലെത്തുക. എന്നാൽ ഓരോ വർഷം ചെല്ലുന്തോറും ഇവിടെ പൂക്കൾ കുറഞ്ഞു വരികയാണ്. ഒരു നിയന്ത്രണവുമില്ലാതെ പാഞ്ഞു കയറുന്ന വാഹനങ്ങളും മാലിന്യ നിക്ഷേപവുമാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഈ പൂക്കളെയും ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. മാലിന്യങ്ങൾ നിക്ഷേപിച്ചും വാഹനങ്ങൾ കയറ്റിയിറക്കിയും ഈ പൂക്കളെല്ലാം നശിക്കുന്നൊരു കാഴ്ച കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്തം പിറന്നാൽ പൂവിളികളുമായി കുട്ടികൾ ആദ്യമെത്തുക മാടായിപ്പാറയിലേക്കാണ്. ഓണപ്പാട്ടും പൂവിളികളും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്തിൽ മാടായിപ്പാറയിലെ ഈ പൂക്കൾ ആ പഴയ കാലത്തിലേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചു കൊണ്ടുപോകുന്നു. കാഴ്ചയിൽ നിന്നും മാഞ്ഞുപോയ ഒരു പിടി പൂക്കൾ മാത്രമല്ല, ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് മാടായിപ്പാറ. ഈ പൂക്കളും ജൈവ വൈവിധ്യങ്ങളും പുതിയ തലമുറയ്ക്ക് വേണ്ടി കാത്തുവെക്കാനുള്ള നടപടികളാണ് ഇനി ആവശ്യം. ക്യാമറമാൻ ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.